നമസ്കാരം. ഇന്ന് നമ്മൾക്ക് ദ്രൗപദിയെക്കുറിച്ച് സംസാരിക്കാം. ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഗ്നിയിൽ നിന്ന് ജനിച്ച ഒരു സ്ത്രീയുണ്ട്. എന്നാൽ അവളുടെ കഥ തീയിൽ അവസാനിക്കുന്നില്ല. തീയെ ലോകത്തോട് ചോദ്യം ചെയ്യാൻ പഠിപ്പിക്കുന്നിടത്താണ് അത് തുടങ്ങുന്നത്. ഭാരത സ്ത്രീ തൻ ഭാവശക്തിയുടെ യാത്രയിൽ സഹനത്തിന്റെ പ്രതീകമായ സീതയ്ക്ക് ശേഷവും നീതിയുടെ അഗ്നിയായി ഉയർന്ന കണ്ണകയ്ക്ക് ശേഷവും നമ്മൾ നേരിടേണ്ടി വരുന്നത് ഒരു ശബ്ദമാണ്. അത് അടക്കാനാകാത്ത ഒരു ചോദ്യം. ആ ശബ്ദത്തിന്റെ പേരാണ് ദ്രൗപദി. ദ്രൗപദി യാഗാഗ്നിയിൽ നിന്ന് ഉയർന്നവൾ, പ്രതികാരത്തിനായുള്ള ഒരു ജനനം. എന്നാൽ അവളുടെ ജീവിതം പ്രതികാരത്തിന്റെ കഥയല്ല. അത് അനീതിക്കെതിരെ ശക്തമുയർത്തിയ ധൈര്യത്തിന്റെ ചരിത്രമാണ്. പാഞ്ചാല രാജാവായ ദ്രുപദന്റെ യാഗത്തിൽ നിന്നാണ് അവൾ ഉദിച്ചത്. അഗ്നിയുടെ മകൾ. അതുകൊണ്ടാകാം അവളുടെ ഉള്ളിൽ എന്നും ഒരു കനൽ ഉറങ്ങിക്കിടന്നത്. എന്നാൽ ആ കനൽ വെറുമൊരു കോപമല്ലായിരുന്നു. അത് ധർമ്മത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു പ്രകാശമായിരുന്നു. 5 പാണ്ഡവരുടെ ഭാര്യയായി മാറിയപ്പോൾ പോലും അവൾ ഒരു വസ്തുവായി നിലകൊണ്ടില്ല. അവൾ ഒരു വ്യക്തിത്വമായി ജീവിച്ചു. അവൾ സ്നേഹിച്ചു, അവൾ വിശ്വസിച്ചു, അവൾ പങ്കുവച്ചു. എന്നാൽ ഒരിക്കലും അവൾ സ്വയം നഷ്ടപ്പെട്ടില്ല. ചരിത്രം തിരിഞ്ഞത് ഒരു ചൂതുകളിയിലൂടെയാണ്. ഒരു സ്ത്രീയെ അവളുടെ അറിവില്ലാതെ ഒരു പന്തയത്തിൽ വെക്കാൻ കഴിയുമോ? അവളുടെ ഭർത്താക്കന്മാർ അവളെ നഷ്ടപ്പെടുത്തുമ്പോൾ അവൾക്ക് സ്വയം ചോദിക്കാൻ അവകാശമില്ലേ? അവിടെയാണ് ദ്രൗപദി ഉയർന്നത്. കൗരവസഭയിൽ വലിച്ചിഴക്കപ്പെട്ടപ്പോൾ അവൾ കരഞ്ഞില്ല. അവൾ ചോദിച്ചു, എന്നെ പന്തയത്തിൽ വെക്കാൻ ആർക്കാണ് അവകാശം? സ്വയം നഷ്ടപ്പെട്ട ഒരാൾക്ക് മറ്റൊരാളെ നഷ്ടപ്പെടുത്താൻ സാധിക്കുമോ? ആ ചോദ്യങ്ങൾ വെറും അവിടുത്തെ സഭയോട് മാത്രമല്ലായിരുന്നു. അത് കാലത്തോടും സമൂഹത്തോടും പുരുഷാധിപത്യത്തോടും ചോദിച്ച ചോദ്യങ്ങളായിരുന്നു. സഭയിൽ ഭീഷ്മനും ദ്രോണനും ധൃതരാഷ്ട്രരും മഹാന്മാർ എന്ന് വിശേഷിക്കപ്പെട്ടവർ എല്ലാവരും മിണ്ടാതിരുന്നു. എന്നാൽ അവിടെ ഉയർന്ന നിശബ്ദത, അതായിരുന്നു ഏറ്റവും വലിയ അനീതി. ദുശാസനൻ അവളുടെ വസ്ത്രം അഴിക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ സഹായം തേടിയത് മനുഷ്യരിൽ നിന്നല്ല, ധർമ്മത്തിൽ നിന്നാണ്. അവളുടെ കൈകൾ ഉയർന്നപ്പോൾ അത് ഒരു പ്രാർത്ഥന മാത്രം അല്ലായിരുന്നു, അത് ഒരു പ്രഖ്യാപനമായിരുന്നു. അനീതി എന്നെ സ്പർശിക്കില്ല. അവിടെ അത്ഭുതം സംഭവിച്ചു. അവളുടെ വസ്ത്രം അനന്തമായി നീണ്ടു. അവളുടെ മാന്യം അഴിയാതെ നിന്നു. പക്ഷെ ആ ദിവസം അവൾക്ക് നഷ്ടപ്പെട്ടത് വസ്ത്രമല്ല, വിശ്വാസമാണ്. ആ ദിവസം അവൾ നേടിയെടുത്തത് കരുണയല്ല, പ്രതിജ്ഞയാണ്. അഴിച്ചിട്ട മുടി കെട്ടിവെക്കാൻ അവൾ ഒരു വ്യവസ്ഥ വെച്ചു. ഈ അപമാനത്തിന് നീതി ലഭിക്കണം. ആ മുടി വെറും മുടിയല്ലായിരുന്നു, അത് ഒരു യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു. കുരുക്ഷേത്രം വെറുമൊരു യുദ്ധഭൂമി അല്ല, അത് ഒരു സ്ത്രീയുടെ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടിയായിരുന്നു. ദ്രൗപദി പ്രതികാരം ആഗ്രഹിച്ചു എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷെ സത്യം വേറെയാണ്. അവൾ പ്രതികാരം തേടിയതല്ല, അവൾ നീതി ആവശ്യപ്പെട്ടു. അവൾ ചോദിച്ചത് ലളിതമായിരുന്നു, സ്ത്രീയുടെ മാന്യം ഒരു കളിയാകുമോ? ആ ചോദ്യത്തിന് മറുപടി നൽകാൻ ഒരു മഹായുദ്ധം തന്നെ വേണ്ടി വന്നു. ദ്രൗപദിയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് സ്ത്രീയുടെ ശക്തി അവളുടെ നിശബ്ദതയിലല്ല, അവളുടെ ശബ്ദത്തിലാണ് എന്നതാണ്. അവൾ സഹിക്കാം, പക്ഷേ അനീതിയെ അംഗീകരിക്കില്ല. ഭാരത സ്ത്രീതൻ ഭാവശുദ്ധി എന്നത് ദ്രൗപദിയുടെ കാര്യത്തിൽ സഹനത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും സമന്വയമാണ്. അവൾ കരഞ്ഞില്ല എന്നല്ല, അവൾ കരഞ്ഞു. പക്ഷേ അവൾ കരച്ചിലിൽ അവസാനിച്ചില്ല, അവൾ അതിനെ ശബ്ദമാക്കി. ഇന്നത്തെ ലോകത്തും ദ്രൗപദി ജീവിക്കുന്നു, ഓരോ അനീതിക്കെതിരെയും ചോദ്യം ചെയ്യുന്ന സ്ത്രീയിൽ. ഇത് ശരിയാണോ എന്ന ശബ്ദത്തിൽ. കാരണം ദ്രൗപദി ഒരു കഥാപാത്രമല്ല, അവൾ ഒരു ചോദ്യമാണ്. അവൾ നമ്മോട് ചോദിക്കുന്നത് ഇന്നും ഇതേ ചോദ്യം തന്നെയാണ്. നീതി കാണാതായപ്പോൾ നീ മിണ്ടാതിരിക്കുമോ?